മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. എൻ്റെ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലെ പ്രഭാഷണ യാത്രകളിൽ ഹൃദയസ്പർശിയായി തോന്നിയ ഒരു പരിപാടിയായിരുന്നു വള്ളിക്കാവിലെ അമൃതപുരിയിലെ മാതാ അമൃതാനന്ദമയിയുടെ ആശ്രമത്തിൽ നടക്കുന്ന 10 ദിവസ പഠന ശിബിരത്തിൽ ഇംഗ്ലീഷിൽ ഏതാണ്ട് 5 മണിക്കൂർ നടത്തിയ പഠന ക്ലാസ് വളരെയേറെ വ്യക്തികൾക്ക്, കൂടുതലും കേരളത്തിൽ നിന്ന് പുറത്തുള്ളവരായിരുന്നു, വളരെയേറെ വ്യക്തികൾക്ക് നമ്മുടെ പൈതൃകം പഠിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് പ്രിന്റഡ് നോട്ട് കൊടുത്ത് വിവരിച്ചത് ഏറെ ഇഷ്ടപ്പെട്ടു. നമ്മുടെ പൈതൃകത്തെ ഞാൻ 4 തിരുത്തി, 4 തിരിച്ചു, 4 വർണ്ണിച്ചു. പൈതൃകത്തെ 4 വിഭവങ്ങളാക്കി. അതിലൊന്ന് നമ്മുടെ ഗ്രന്ഥങ്ങൾ, 2 നമ്മുടെ ആചാരങ്ങൾ, 3 നമ്മുടെ ഈശ്വര സങ്കല്പം, 4 നമ്മുടെ ശാസ്ത്ര സാങ്കേതിക പൈതൃകം. നമ്മുടെ ഗ്രന്ഥങ്ങൾ സാധാരണക്കാർക്ക് കഥകളിലൂടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന പുരാണങ്ങൾ, അയാൾ കുറച്ചുകൂടി ഉയർന്നാൽ കഥകളും അനുഭവങ്ങളും ചേർത്ത മഹാഭാരതം, കുറച്ചുകൂടി ഉയർന്നാൽ കഥകളില്ലാത്ത അനുഭവങ്ങൾ മാത്രമുള്ള രാമായണം, കുറച്ചുകൂടി ഉയർന്നാൽ കഥകളും അനുഭവങ്ങളും വിവരിക്കാത്ത ഉപദേശങ്ങൾ മാത്രം നൽകുന്ന വേദങ്ങൾ, കുറച്ചുകൂടി ഉയർന്നാൽ ഉപദേശങ്ങളും ജീവിത യാഥാർത്ഥ്യങ്ങളും വിവരിക്കുന്ന ഉപനിഷത്തുക്കൾ. നിങ്ങളും ഇങ്ങനെ പഠിക്കണം. പുരാണം, മഹാഭാരതം, രാമായണം, വേദം, ഉപനിഷത്തുക്കൾ. ഏത് ജാതിയിലും മതത്തിലും സ്ത്രീക്കും പുരുഷനും വേദം കേൾക്കാം, പഠിക്കാൻ ശ്രദ്ധിക്കണം. അക്ഷരത്തെറ്റുണ്ടാവരുത്. അക്ഷരത്തെറ്റുണ്ടായാൽ അർത്ഥം ശരിയാവില്ല. ശ്രുതിയുണ്ട്. ഉദാത്തം, അനുദാത്തം, സ്വരിതം, രേപം, ഹ്രസ്വം, പ്രജേയം, അനുനാസിക, കമ്പം, ദീർഘകമ്പം, പ്ലുതം. ഈ 10 ശ്രുതി വേദത്തിൽ തെറ്റാതെ പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ കേട്ടു മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ ഗ്രന്ഥങ്ങള്, പുരാണങ്ങള്, മഹാഭാരതം, വാൽമീകി രാമായണം, വേദങ്ങള്, ഉപനിഷത്തുക്കള്. ആചാരങ്ങളെയും 5 തിരിക്കാൻ പറഞ്ഞു, പഠിപ്പിച്ചു. മനസ്സിന് നന്മ വരുത്തുന്ന ആചാരങ്ങൾ, ശരീരത്തിന് ആരോഗ്യം വരുത്തുന്ന ആചാരങ്ങൾ, കുടുംബ ബന്ധം ദൃഢമാക്കുന്ന ആചാരങ്ങൾ, സമൂഹത്തിൽ സാംസ്കാരിക മൂല്യങ്ങൾ ദൃഢമാക്കുന്ന ആചാരങ്ങൾ, രാഷ്ട്രത്തിൻ്റെ ഐക്യത്തിനുള്ള ആചാരങ്ങൾ, മൈൻഡ്, ബോഡി, ഫാമിലി, കൾച്ചർ പ്ലസ് സൊസൈറ്റി ആൻഡ് നേഷൻ. 5 തരത്തിലുള്ള ആചാരങ്ങൾ. അത് സദാചാരങ്ങളാണ് 5 ഡിവൈഡ് ചെയ്യേണ്ടത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യമില്ലാത്ത ആചാരങ്ങളെ അനാചാരങ്ങൾ എന്ന് പറഞ്ഞ് തന്നെ മാറ്റുകയും വേണം. ദൂഷ്യഫലങ്ങൾ ഉളവാക്കുന്ന ആചാരങ്ങളെ ദുരാചാരങ്ങൾ എന്ന് തിരിച്ചറിഞ്ഞ് എന്തുകൊണ്ടത് ദുരാചാരങ്ങളാണ് എന്ന് അറിയിക്കുകയും വേണം. ദുരാചാരങ്ങൾക്കെതിരെ നിയമം ഉണ്ടാക്കിയത് കൊണ്ടോ മുഷ്ടി ചുരുട്ടി ആകാശത്തിലേക്ക് എറിഞ്ഞ് തോറ്റിട്ടില്ല, ജയിച്ച ചരിത്രം കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ് സെക്രട്ടേറിയറ്റ് വളഞ്ഞതുകൊണ്ടോ കളക്ടറേറ്റ് വളഞ്ഞതുകൊണ്ടോ ആരെയെങ്കിലൊക്കെ തടഞ്ഞതുകൊണ്ടോ ഒന്നും ദുരാചാരങ്ങളില്ലാതെയാവാൻ പോണില്ല. ഒരു പള്ളിയിൽ അച്ഛന് എതിരെ ലുക്കൌട്ട് നോട്ടീസ് വന്നത് ഞാൻ അത് വായിക്കുന്നുണ്ടാവും പിന്നീട്. യഥാർത്ഥത്തിൽ ഇവിടുത്തെ കർദിനാളും ബിഷപ്പും 70 വയസ്സായിട്ടുള്ള കന്യാസ്ത്രീയെ ബംഗ്ലാദേശിൽ നിന്ന് വന്ന സ്ത്രീകള്, ബംഗ്ലാദേശിൽ നിന്ന് വന്ന അഭയാർത്ഥികള് ബലാത്സംഗം ചെയ്തതിന് മോഡിയെയാണ് വിമർശിച്ചത്. ഈ 70 വയസ്സായിട്ടുള്ള കന്യാസ്ത്രീയുടെ വീട് പഠിക്കല് കേന്ദ്രമന്ത്രിമാര് കാവല് നിൽക്കേണ്ടതായിരുന്നു എന്ന രീതിയിലാണ് ഇവിടുത്തെ അച്ഛന്മാരും കന്യകാസ്ത്രീകളും ഇവിടുത്തെ കർദിനാൾമാരും പറഞ്ഞത്. അതേ കർദിനാളിന്റെയും ബിഷപ്പിന്റെയും സഹപ്രവർത്തകരാണ് ഒരു പ്രായപൂർത്തിയാവാത്ത പെണ്ണിനെ ബലാത്സംഗം ചെയ്ത്
ഒരു ലുക്കൌട്ട് നോട്ടീസ് പോലീസ് ഇറക്കേണ്ടി വന്നത്. ഈ കർദിനാൾ ആലഞ്ചേരി അതിന് ഉത്തരം പറയേണ്ട ആളാണ്. ബഹുമാന്യനാണോ അല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പ്രധാനമന്ത്രിക്കെതിരെ കൊടവയറും വെച്ചുകൊണ്ട് 8-10 ബിഷപ്പുമാരും കർദിനാൾമാരും കുരിശ് കഴുത്തിലിട്ടുകൊണ്ട് പ്രതിഷേധം നടത്തിയപ്പോൾ ഡൽഹിയിലിരിക്കുന്ന പ്രസിഡന്റ് കൽക്കട്ടയില് 70 വയസ്സായ കന്യാസ്ത്രീയുടെ വീട്ടുപടിക്കല് കാവലിരിക്കണം എന്ന് ആവശ്യപ്പെട്ടവര് അവനവന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ബിഷപ്പ് അതേ പള്ളിയിലെ പ്രായപൂർത്തിയാവാത്ത പെണ്ണിനെ ബലാത്സംഗം ചെയ്തപ്പോ ആരാ രാജിവെക്കേണ്ടത് എന്നുകൂടി ഒന്ന് ആലോചിക്കണം. ഇപ്പൊ ദുരാചാരങ്ങള് ഇല്ലാതെയാക്കാൻ കേന്ദ്രമന്ത്രി രാജിവെച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ടൈംസ് നൗവിലും ഇന്ത്യ ടുഡേയിലും ഹെഡ്ലൈൻസ് ടുഡേയിലും NDTVയിലും കൈരളി ചാനലിലും ആക്രോശിച്ചതുകൊണ്ടോ ഒന്നും ദുരാചാരങ്ങൾ ഇല്ലാതെയാക്കാൻ പറ്റില്ല. വ്യക്തമായി സയന്റിഫിക്കലി ലോജിക്കലി റാഷണലി കാര്യങ്ങൾ പറഞ്ഞുകൊടുത്ത് അത് മാറ്റിയിട്ട് സദാചാരങ്ങളെ 5ആയിട്ട് തിരിക്കണമെന്ന് ഞാൻ അമൃതാനന്ദമയിയുടെ ആശ്രമത്തിലെ ഓഡിറ്റോറിയത്തിൽ നടന്ന ക്ലാസ്സിൽ പറഞ്ഞു കൊടുത്തു. ഭാരതീയ ഈശ്വര സങ്കല്പം ക്ഷേത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ അവതാരത്തിന്റെ ലെവലിലേക്ക് ഉയർന്ന് ത്രിമൂർത്തി സങ്കല്പത്തിലേക്ക് എത്തി പ്രപഞ്ചപുരുഷ ചൈതന്യം എന്താണെന്നറിഞ്ഞ് പരമാത്മ ജീവാത്മ ചൈതന്യം എന്താണെന്നറിയുന്ന 5 ലെവലിലേക്ക് പോകണം. അതായത് ക്ഷേത്രങ്ങള് നമ്മുടെ ആരാധനാക്രമത്തിലെ ഗ്രൗണ്ട് ലെവലിലാണ്. അതിൽ നിന്നുയർന്ന് വളരെ വ്യക്തമായിട്ട് സ്വയം അവതാരങ്ങളുടെ ലെവലിലേക്ക് ഉയരുക. അവിടെ നിന്നുയർന്ന് ത്രിമൂർത്തി സങ്കല്പവും ത്രിശക്തി സങ്കല്പവും അകത്തും പുറത്തുമുണ്ടെന്ന് തിരിച്ചറിയുന്ന ലെവലിലേക്ക് വളരുക. അവിടെ നിന്നുയർന്ന് പാൻതീസം പാനൻതീസം ഈ പ്രപഞ്ച ചൈതന്യത്തിന്റെ ആധാരഭൂതമായ ശക്തിയാണ് ഈശ്വരൻ എന്ന് തിരിച്ചറിയുന്ന ലെവലിലേക്ക്, വേദങ്ങളുടെ വിവരണ ലെവലിലേക്ക്, ഭഗവത്ഗീതയിലെ 11-ാം അധ്യായത്തിലെ വിശ്വരൂപ ദർശന യോഗാധ്യായത്തിലേക്ക് തന്നെ ബുദ്ധിപരമായും യുക്തിപരമായിട്ടും ഉയരുന്ന 4ാമത്തെ അവസ്ഥ. ഭാരതീയ ഈശ്വര സങ്കല്പത്തില് ആത്മാവ് പരമാത്മാവ് ബ്രഹ്മം പരബ്രഹ്മം മഹാമായ സങ്കല്പത്തിന്റെ ലെവലിലേക്ക് 5ാമത്തെ ലെവലിലേക്ക് ഉയരുന്ന ആത്മീയത. അപ്പോ ഗ്രന്ഥങ്ങളുടെ 5 ലെവല്, ആചാരങ്ങളുടെ 5 ലെവല്, ഈശ്വര സങ്കല്പത്തിന്റെ 5 ലെവല്, അത് കഴിഞ്ഞാല് ഭാരതീയ ശാസ്ത്ര സാങ്കേതിക പൈതൃകത്തില് ഭാരതീയ ഗണിതശാസ്ത്ര ജ്യോതിശാസ്ത്ര പൈതൃകം അത് പഠിക്കണം. ഭാരതീയ ഔഷധശാസ്ത്ര പൈതൃകം പഠിക്കണം. ലോഹതന്ത്രങ്ങളും അതുപോലെ തന്നെ സിവിൽ എഞ്ചിനീയറിംഗും പഠിക്കണം. ഭാരതത്തിലെ ജ്യോതിഷം അത് ജ്യോതിശാസ്ത്രം അസ്ട്രോണമിയും ഗണിതവും ചേർത്ത് പഠിക്കണം. നമ്മുടെ വൈവിധ്യമാർന്ന സാങ്കേതിക വിദ്യകളെക്കുറിച്ച് വിമാനശാസ്ത്രം, സ്പെക്ട്രോഫോട്ടോമീറ്റർ, ഭരദ്വാജന്റെ യന്ത്രസർവസ്വം, അംശുബോധിനി ഗ്രന്ഥങ്ങളില് 5ആയിട്ട് ഗണിതശാസ്ത്രം, രസതന്ത്രം, ബയോളജി, അതേപോലെ സിവിൽ എഞ്ചിനീയറിംഗ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, അതേപോലെ തന്നെ നമ്മുടെ പൈതൃക ഭാഗമായിട്ടുള്ള എല്ലാ തത്വശാസ്ത്രങ്ങളും ആത്മീയതയിലെ സയൻസും 5ആയിട്ട് പഠിക്കണം. ഇങ്ങനെ 20 പോയിന്റുകളാണ് പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും. ഹിന്ദു ധർമ്മത്തിലേക്ക് ധാരാളം പേര് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തില് അവര് ഹിന്ദു ധർമ്മത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഏത് വിധത്തിലുള്ള അറിവാ കൊടുക്കേണ്ടത് ആർക്കും അറിഞ്ഞൂടാ. അപ്പൊ അവർക്ക് കൂടി വേണ്ടി ഈ 20 പോയിന്റ് അമൃതാനന്ദമയിയുടെ കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നവരും സത്യസായി ബാബയുടെ കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നവരും ശ്രീ ശ്രീ രവിശങ്കറിന്റെ കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നവരും RSSകാരും വിശ്വഹിന്ദു പരിഷത്തുകാരും ബജ്രംഗ ദളുകാരും NSSകാരും SNDPക്കാരും പുലയ മഹാസഭക്കാരും നാടാർ മഹാജന സഖ്യക്കാരും എല്ലാവരും നമ്മുടെ ധർമ്മം എന്താണെന്ന് ഈ 20 പോയിന്റുകളിലൂടെ പഠിപ്പിക്കണം. സത്യസായി ബാബയുടെ കർമ്മമണ്ഡലത്തിലുള്ളവര് ഇന്ന് ഭാരതം മുഴുവനും വേദം പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ അമ്മയുടെ കർമ്മമണ്ഡലത്തിലും നേരത്തെ പറഞ്ഞ വിവിധ മണ്ഡലങ്ങളിലുമുള്ളവര് ഈ 20 പോയിന്റ് സാധാരണക്കാർക്ക് ഒരു 3 മണിക്കൂർ കൊണ്ട് പഠിപ്പിച്ചാല് ഏതാണ്ട് ഹിന്ദു ധർമ്മം എന്താണെന്നൊരു ഐഡിയ അവർക്ക് കിട്ടും. പിന്നെ കൂടുതൽ പഠിക്കാൻ ആഗ്രഹമുള്ളവര് അഗാധ തലത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് പഠിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു. വളരെ
വളരെ രസകരമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു. അമ്മയെ കാണാൻ ഞാൻ പോയില്ല, അമൃതാനന്ദമയ്യെ കാണാൻ പോയില്ല. അത്രയ്ക്കും തിരക്കായിരുന്നു. കടുകിട്ടാ താഴെ വീഴാത്ത അത്രയും തിരക്കായിരുന്നു. അമ്മയുടെ നേതൃത്വത്തിൽ ഒരു ജാതിയുമില്ലാതെ ധാരാളം വിവാഹങ്ങളും അവിടെ നടക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും സന്തോഷവാന്മാരായിരുന്നു. ഞാൻ ആലോചിച്ചു പോയത് ജോൺ ബ്രിട്ടാസും പിണറായി വിജയനും അതുപോലെ കൈരളിയുടെ ചെയർമാനായ മമ്മൂട്ടിയും എല്ലാം വിചാരിച്ച് അമ്മയെ തകർക്കാൻ മീഡിയ വണ്ണിലും കൈരളി ചാനലിലുമൊക്കെ എന്തെല്ലാമായിരുന്നു 1.5 വർഷങ്ങൾക്ക് മുമ്പ് കൊണ്ടുവന്നത്. അതിനെയെല്ലാം അതിജീവിച്ച് നിലനിൽക്കേണ്ടത് നിലനിൽക്കുകയും നിലനിൽക്കേണ്ട വലിയ ആവശ്യമില്ലാത്ത മാർക്സിസ്റ്റ് പാർട്ടി അടിത്തറ ഇളകി വീണുകൊണ്ടിരിക്കുകയും ആരാധ്യനായ പ്രതിപക്ഷ നേതാവ് എന്ന CPM അച്യുതാനന്ദൻ അതിനകത്തുള്ള യെച്ചൂരിയെയും കാരാട്ടിനെയും അതുപോലെ തന്നെ പിണറായി വിജയനെയും അസന്നിഗ്ധമായിട്ട് ശരിക്ക് വിമർശിക്കുകയും ചെയ്യുന്ന, ഉള്ളിൽ തന്നെ ഒരു യുദ്ധം നടക്കുന്ന അവസ്ഥ തന്നെത്താനെ എത്തിച്ചതാണ്. ഒരു ശാപം പോലെ. ഇപ്പോൾ അമൃതാനന്ദമയുടെ ആശ്രമത്തിൽ ക്ലാസ് എടുത്ത് ഞാൻ പുറത്തേക്ക് വരുമ്പോൾ എനിക്ക് ലഭിച്ച സംതൃപ്തി, സന്തോഷം വിവരണാതീതമാണ്. എല്ലാ മതക്കാരും അകത്തുണ്ട്, എല്ലാ ജാതിക്കാരും അകത്തുണ്ട്. അവിടെ സ്വതന്ത്രമായ ഒരു ആശ്രമം. അവിടെ ആരും ശബ്ദിക്കണില്ല, പരിധിക്കപ്പുറം. എല്ലാവർക്കും ഭക്ഷണമുണ്ട്. ആയിരക്കണക്കിന് വിദേശികളും അവിടെയുണ്ട്. ആരെന്തെല്ലാം വിമർശിച്ചാലും ശരിക്ക് ആ യജ്ഞഭാവത്തിൽ അവിടെ നടക്കുന്നത് കാണാൻ സാധിച്ചു. എനിക്ക് കാണാനും കേൾക്കാനും സാധിച്ചത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.